ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, നിങ്ങൾക്ക് വേറെ ആരും ഒരു ചാനലിലും പറഞ്ഞു തരാത്ത ഏറ്റവും ലേറ്റസ്റ്റ് സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സ്, സ്കീമുകൾ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഏറ്റവും വേഗത്തിൽ അറിയാൻ കോളേജ്, സ്കൂൾ സ്റ്റുഡൻസ്, അധ്യാപകർ, പാരൻസ് ആണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഞാൻ ആദ്യം തന്നെ ഒരു ക്ഷമാപണം നടത്തുകയാണ്. കാരണം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു സ്കോളർഷിപ്പിന്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് ഇല്ല എങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തോ, മടിക്കേണ്ട. സോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. പറഞ്ഞു വരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്കോളർഷിപ്പാണ്. ഈ വർഷം 2026 SSLCയോ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, അതും 65% കൂടുതൽ മാർക്ക് മേടിച്ച വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ്. 30,000 രൂപ വരെ വൺ ടൈം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്, മീൻസ് റിവാർഡായിട്ട്, സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് കൂടിയാണ്. അപ്പോൾ ഇതിൽ പ്രയോറിറ്റി ഒക്കെ ഉണ്ട്. കേരള സ്റ്റുഡൻസിനും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇനി അപേക്ഷിക്കുന്നവരിൽ നിന്ന് സാമ്പത്തിക അവസ്ഥ, ഒരുപാട് കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 28 ജൂൺ ആണ്, ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിൽ 65% കൂടുതൽ മാർക്ക് വേണം. 2026 നിങ്ങൾ പാസ്സായിരിക്കുന്നത്. നിങ്ങളുടെ ആനുവൽ ഇൻകം 8 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. ദെൻ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നായിരിക്കണം നിങ്ങൾ പാസ്സായിട്ടുണ്ടാകുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എന്താണ് പിന്നെ പ്രിഫറൻസ് കൊടുക്കുന്നത്, ഈ പറയുന്ന നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കേരളത്തിലെ ഒരുപാട് സ്റ്റുഡൻസിന് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇൻ കേസ് നിങ്ങളുടെ മാർക്ക് ക്രൈറ്റീരിയയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയയിൽ ടൈ വന്നു കഴിഞ്ഞാൽ പ്രിഫറൻസ് ഓൾവേസ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റി ആൻഡ് ഓൾസോ നോർത്ത് ഈസ്റ്റ് റീജിയൻ ആണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു കേരള സ്റ്റുഡൻസ്. അപ്പോൾ ഇതിന്റെ ഇതായിട്ട് വരുന്നത് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, ക്ലാസ് 10 മാർക്ക് ഷീറ്റ് വേണം. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ കാണുന്ന സ്കോളർഷിപ്പുകൾക്ക് നിങ്ങളൊക്കെ എലിജിബിൾ ആണെങ്കിൽ കൊടുത്തിട്ടേക്കുക. എവിടെ നിന്നാണ് വിളിക്കാൻ പറ്റുന്നത് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് എലിജിബിലിറ്റി ഏകദേശം ഓക്കെ ആണ് എങ്കിൽ പ്രിഫറൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് അർഹതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ഒരുപാട് ഡോക്യുമെന്റ്സ് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ബഡി ഫോർ സ്റ്റഡി സ്കോളർഷിപ്പ് വഴി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതല്ല എങ്കിൽ ഓൺലൈനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്കോളർഷിപ്പ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് വരും. ദെൻ വളരെ പെട്ടെന്ന് ചെയ്യുക. ഇതുപോലെ തന്നെ ഇത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് നോക്കാം. അവിടെയും ഈ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും 65% കൂടുതൽ മാർക്ക് വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സും വെച്ചിട്ട് +2 പാസ്ഡായ 2026 +2 പാസ്ഡായ ഫ്രം ഗവൺമെന്റ് സ്കൂൾസ് വിദ്യാർത്ഥികൾക്ക് ഇത് അപേക്ഷിക്കാം. അപ്പോൾ ഒരുപാട് പേര് അപേക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് ആണ് പ്രിഫറൻസ് ഉള്ള കുട്ടികൾക്ക്. ബാക്കി എന്തായാലും നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച്, മീൻസ് സാമ്പത്തിക സ്ഥിതി, നമ്മുടെ മാർക്ക് എല്ലാം അനുസരിച്ച് നമ്മളെയും പരിഗണിക്കും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 30,000 രൂപയാണ്, കളയണ്ട. ജസ്റ്റ് ഒന്ന് അപേക്ഷിച്ച് ചെയ്തിട്ടേക്കൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.